ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിനോ സ്റ്റോക്സ്. നിങ്ങളെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് ഓർഡേഴ്സൊക്കെ പാക്ക് ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഓർഡേഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ മാത്രമേ ഉള്ളത് കൊണ്ട് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം വരുന്ന അനുസരിച്ച് ചെയ്തങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇൻസ്റ്റ എഫ് ബി ഒക്കെ വഴിയാണ് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റും റീൽസും ചറപറ ഇട്ടെങ്കിൽ മാത്രമേ അത് വരുത്തുള്ളൂ, ആളുകൾ ഇങ്ങനെ അത് കാണത്തുള്ളൂ. അപ്പം നമ്മൾ എഫേർട്ട് എടുത്തെങ്കിൽ മാത്രം നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ ആദ്യമേ പറയുകയാണ്, നമ്മുടേതായ രീതിയിൽ നമ്മൾ എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഓർഡേഴ്സും കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. പിന്നെ അതിനകത്ത് ചീറ്റ് ചെയ്യാൻ വരുന്നവരും പറ്റിക്കാൻ വരുന്നവരും താഴ്ത്തി കിട്ടുന്നവരും ഒക്കെ വരുമായിരിക്കും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. അതൊക്കെ നമ്മളങ്ങ് വിട്ട് കളയാന്നുള്ളതേ ഉള്ളൂ. അപ്പം രാവിലെ തന്നെ ഞാനൊരു പാക്കിങ് ഇന്നലെ 2-3 ദിവസം മുന്നേ, അതായത് തിങ്കളാഴ്ച അയക്കേണ്ട ഐറ്റംസ് ഒക്കെ ആയിരുന്നു. പിന്നെ ഇന്നലെ 2 ഓർഡേഴ്സ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇന്നലെ പോകാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ പെട്ടെന്ന് 2 ഓർഡർ വന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഭയങ്കര തലവേദനയായിപ്പോയി. പിന്നെ എനിക്ക് ഒന്നാമത് ഭയങ്കര വെയിലുമാണ്. ഈ വെയിലത്തൊക്കെ നടക്കാം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്, പോസ്റ്റ് ഓഫീസിലോട്ട് പോകുന്നത് നടന്നും, തിരിച്ച് ഞങ്ങൾ ലാവിഷായിട്ട് ഓട്ടോയിലൊക്കെയാണ് വരുന്നത്. അല്ലാതെ പറ്റത്തില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഇമ്മാതിരി വെയിൽ, ഭയങ്കര വെയിലാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ നേരത്തെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാനിത് ലൈവായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ആംഗ്ലെറ്റിൻ്റെയാണ്. എനിക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഓർഡേഴ്സ് വരുന്ന ഒരു ആംഗ്ലെറ്റ് ആട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഈ ആംഗ്ലെറ്റിൻ്റെയൊക്കെ സൈസൊക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് ചോദിക്കണം. എനിക്ക് ഇപ്രാവശ്യം ഒരു പണി കിട്ടിയായിരുന്നു. ഇപ്പോൾ കസ്റ്റമറിനാണെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കണക്കനുസരിച്ച് കസ്റ്റമർ പറഞ്ഞ രീതിക്ക് അനുസരിച്ച് ഞാനത് അയച്ചു കൊടുത്തു. പക്ഷേ അത് ലെങ്ത് കുറച്ച് കൂടുതലാണ്. ഒന്നുകൂടി അയക്കണം. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് ഒന്നെങ്കിൽ ലെങ്ത് ചോദിക്കുക. ഇപ്പോൾ പിള്ളേരുടെയൊക്കെ ആണെങ്കിൽ അവരുടെ വയസ്സ് ചോദിക്കുക, അല്ലെങ്കിൽ ലെങ്ത് ചോദിക്കുക. ലെങ്ത് കറക്റ്റായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഫ്രീ സൈസിലാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾക്കാണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് വരത്തില്ല. അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ഇട്ടാൽ മതിയല്ലോ. അപ്പം അല്ലാതൊക്കെ നമ്മൾ കൊളുത്തൊക്കെ ഇടുകയാണെങ്കിൽ പിന്നെ നമുക്ക് എക്സ്റ്റൻഷൻ അത് നമ്മൾ ചെയ്തങ്ങ് ഇട്ടാച്ചാൽ മതി. എക്സ്ട്രാ ചെയിനൂടെ അങ്ങ് ഇട്ടേച്ചാൽ മതി. അപ്പം അതൊരു ഒരു കാര്യമാണ്. നമ്മളത് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ കൂടുതലും ലെങ്ത് എടുക്കുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കസ്റ്റമറിൻ്റെ അടുത്ത് ചോദിക്കും. അവരൊന്നെങ്കിൽ ടേപ്പ് ഉണ്ടെങ്കിൽ ഒരു ടേപ്പ് എടുത്ത് വെച്ച് തരും, അല്ലെങ്കിൽ ഒരു സ്കെയിലിൽ പഴയ ആംഗ്ലെറ്റിൻ്റെ എന്തെങ്കിലും ലെങ്തൊക്കെ അവരെനിക്ക് അങ്ങനെ അയച്ചു തരികയാണ് ചെയ്യുന്നത്. ചിലർക്കാണെങ്കിൽ അതും അറിയത്തില്ല കേട്ടോ. അപ്പോൾ അവരുടെ വയസ്സ് ചോദിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പിള്ളേരുടെയൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ ഏജ് അനുസരിച്ച് ആംഗ്ലെറ്റിൻ്റെ സൈസ്, ബ്രേസ്ലെറ്റിൻ്റെ സൈസ്, നെക്ലസിൻ്റെ സൈസ് ഇതെല്ലാം നമ്മുടെ ഗൂഗിളിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതിനകത്തെല്ലാം അത് അവൈലബിൾ ആണ്. ഇപ്പം ഞാനാണെങ്കിൽ രാവിലെ എപ്പോഴായിരുന്നു ഞാൻ ഒരു 10 മണി 10:30 ആയപ്പോഴത്തേക്കുമാണ് പോയത്. എന്നാലും ഭയങ്കര വെയിലാട്ടോ. ജസ്റ്റ് ഒന്ന് വെളിയിലിറങ്ങി ഒരു 2 സ്റ്റെപ്പ് നടന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും മുഖത്തെ പുട്ടി എല്ലാം ഒഴുകി അങ്ങ്. ഞാൻ അധികം പുട്ടിയിടത്തില്ല. മേക്കപ്പ് ഇട്ടിരുന്നെങ്കിൽ പോയേനെയായിരുന്നു. എല്ലാം കൂടെ ഒഴുകി ഇങ്ങനെ വരുന്നത് കാണാമായിരുന്നു. അവിടെ ഇപ്പം സത്യം പറഞ്ഞാൽ വെള്ളമൊന്നും കുടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. യൂറിനായിട്ട് പോലും വെള്ളം പോകുന്നില്ല. മൊത്തം വേർത്തങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഞാനാണെങ്കിൽ മാംഗോയുടെ ഐസ്ക്രീമും അതുപോലെ തന്നെ ഞാനും അമ്മയും കൂടെ 7up അല്ല മിറിണ്ടയും വാങ്ങിച്ചു കേട്ടോ. എനിക്കതൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മുടെ സ്വന്തം പൈസയ്ക്കൊക്കെ അത് വാങ്ങിക്കാമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയല്ല. നമ്മൾ സ്വയം ഇത് ഇൻഡിപെൻഡൻ്റ് ആവുമെന്നുള്ളതൊന്നും. അപ്പം നമ്മുടെ ആ ഒരു എഫേർട്ട് അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഞാനൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് സ്റ്റേബിളായിട്ട് നിലത്തുറച്ച്. ഇപ്പോഴും എനിക്കിങ്ങനെ നിലത്തുറച്ച് നിൽക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ.
നമ്മൾ ഓരോ കാര്യങ്ങളും പുതുതായിട്ട് ചെയ്യുമ്പോഴും അതിനനുസരിച്ചുള്ള പോരായ്മകളും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. എന്നിരുന്നാൽ പോലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇതെന്ന് പറഞ്ഞേക്കുന്ന ആംഗ്ലെറ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ നമ്മൾ ആംഗ്ലെറ്റ് എടുക്കുന്നത്. ഇതിപ്പം ഒരു 9 ഇഞ്ച് 22 സെൻറ്റിമീറ്ററിലാണ് നമ്മളിത് ഈ ഒരു ഗിയർ വയർ, ഞാനിപ്പോൾ 9നെക്കാട്ടിലും ഒരു 10 ഇഞ്ചാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ഗിയർ വയറിൻ്റെ അവിടെ മടക്കാനൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ കറക്റ്റ് 9 ഇഞ്ച് എടുക്കാതെ ഇപ്പോൾ ഒരു 15 ഇഞ്ചാണ് തരുന്നതെങ്കിൽ അതിനകത്ത് നിന്ന് ഒരു 16 ഇഞ്ചെങ്കിലും എടുത്തേക്കുക. ബാക്കി നമുക്ക് ചെയിൻ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഗിയർ ലോക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ ക്രിസ്റ്റൽ, നമ്മൾ കൂടുതലായിട്ടും ആംഗ്ലെറ്റിനൊക്കെ ഉപയോഗിക്കുന്ന ക്രിസ്റ്റൽ ബീഡ്സ് ആട്ടോ. നമുക്കത് പല സൈസിലുള്ള ക്രിസ്റ്റൽ ബീഡ്സ്, ഡാർക്ക് കളേഴ്സും ലൈറ്റ് കളേഴ്സും ഒക്കെ നമുക്കത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആ ഒരു ക്രിസ്റ്റൽ ബീഡ്സ് ആണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ക്രിസ്റ്റൽ ബീഡ്സ് ഒക്കെ ആണെങ്കിൽ എല്ലാ ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസും വാങ്ങിക്കാൻ കിട്ടും. ഈ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സിന് ഭയങ്കര ഇതാട്ടോ, ഭയങ്കര മൂവ്മെൻ്റ് ആട്ടോ. എല്ലാവർക്കും ബ്ലാക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറാണ്. ഇപ്പം നമ്മുടെ ആ ഒരു സ്കിൻ കളർ ബ്ലാക്ക് ആർക്കും ഇഷ്ടമല്ലെങ്കിൽ പോലും അല്ലാതെ ഡ്രസ്സാണെങ്കിലും ഓർണമെൻറ്റ്സ് ആണെങ്കിലും ബ്ലാക്ക് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതെന്താ സ്കിൻ കളർ ബ്ലാക്ക് ആയാലും ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഓരോരുത്തരുടെ ഓരോ രീതികൾ അല്ല. ഇപ്പം എന്ത് പറയാൻ, ഇപ്പം നമ്മളിതുപോലെ ബീഡ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ നടുക്ക് നമ്മൾ ഈവിൾ ഐ ആണ് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഗുങ്കുരു ബീഡ്സ്, അപ്പോൾ ഈ ഒരു സിൽവറിൻ്റെ സാധനം ഗുങ്കുരു ബീഡ്സ് എന്നാണ്. നമ്മൾ ചിലങ്കയ്ക്കാണെങ്കിലും ഗുങ്കുരു ബീഡ്സ് എന്നാണ് പറയുന്നത്. അല്ലാതെ ഗുങ്കുരു ബീഡ്സ് ഒത്തിരി ടൈപ്പാണ്. കിലുങ്ങുന്നതുണ്ട്, കിലുങ്ങാത്തതുണ്ട്, അല്ലാതെ ഷേപ്പ് വേറെ സൈസിലുണ്ട്, ബ്ലാക്ക് പോളിഷ്ഡ് ഉണ്ട്, അല്ലാത്ത അങ്ങനെ ഒരുപാട് ഉള്ളതുണ്ട്. ഇപ്പം ഞാനിപ്പോൾ കിലുങ്ങുന്ന തരത്തിലുള്ള നമ്മളെ പണ്ടത്തെ, ഞാനാണെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ പണ്ടൊരു വളയുണ്ടായിരുന്നു, ഇങ്ങനെ കിലുങ്ങുന്ന ടൈപ്പ് വളയുണ്ട്. എപ്പോഴും അതുണ്ടോ എനിക്കറിയത്തില്ല. ഒരു ഒരു കമ്പി പോലത്തെ ഒരു വളയാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. അതിൻ്റെ അടിയിൽ ഇങ്ങനെ തൊങ്ങൽ പോലെ കുറേ കിണുങ്ങാമണികൾ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പം ഇന്ന് ഞാനാണെങ്കിൽ വീഡിയോ കുറച്ച് സ്ലോയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് ഞാൻ ആദ്യം പറഞ്ഞില്ല, നമ്മൾ ഇപ്പോൾ ഒരു 9 ഇഞ്ചാണ് നമുക്ക് കസ്റ്റമർ 22 സെൻറ്റിമീറ്റർ ലെങ്ത് പറയുന്നതെങ്കിൽ നമ്മൾ അതിലും കുറച്ച്, ഇപ്പോൾ 9 ഇഞ്ചാണെങ്കിൽ 10-15 ഇഞ്ചെങ്കിലും നമ്മൾ എടുക്കണം. എങ്കിലേ നമുക്കത് വലിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ ലാസ്റ്റ് വരെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് വലിച്ചെടുക്കണ്ടേ, അത് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എക്സ്ട്രാ പറഞ്ഞ് മനസ്സിലായല്ലോ, എക്സ്ട്രാ 1 ഇഞ്ച് കൂടെ എടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ആംഗ്ലെറ്റിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് എനിക്ക് തോന്നുന്നു ലൈവായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ കയ്യിൽ നിന്ന് കുറേ പോയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ആംഗ്ലെറ്റുകൾ പോയിട്ടുണ്ട്. പിന്നെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഗുങ്കുരൂസ് വെച്ചിട്ട്, ഇപ്പോൾ നമ്മൾ കൂടുതലും ക്രിസ്റ്റൽ ബീഡ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. സാധാരണ ബീഡ്സ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ കളറ് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതിപ്പം വെയ്റ്റ്ലെസ് ഗുങ്കുരൂസിൻ്റെ ആണെങ്കിലും ചിലപ്പോൾ കളറ് പോകും അത്. പിന്നെ നമ്മളെല്ലാം എല്ലാം ഫാൻസി ഐറ്റംസ് അല്ലേ, ഇപ്പോൾ ഗോൾഡ് ഓർണമെൻറ്റ്സ് ആണെന്ന് പറഞ്ഞാൽ പോലും അതിനും കളറ് പോകുന്നതും കളറ് മങ്ങുന്നതും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആ വാങ്ങിക്കുന്നതിൻ്റെ ആ ഒരു എഫേർട്ട് എടുത്ത് നമ്മൾ ആ ഒരു റേറ്റ് അങ്ങ് കാൽക്കുലേറ്റ് ചെയ്ത്, മാർക്കറ്റ് റേറ്റ് എത്രയാണോ ആ റേറ്റ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തങ്ങ് ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് 180 പെയറിന് വരുന്നത്. പിന്നെ ലെങ്ത് അനുസരിച്ച് ഇപ്പോൾ കുറച്ചുകൂടെ ലെങ്ത് കൂടുതലാണെങ്കിൽ ബീഡ്സിൻ്റെ റേറ്റ് അനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സപ്പോർട്ടിന് മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്